ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം പഞ്ചദശോധ്യായം. ഇതിൽ 23-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ പഞ്ചദശോധ്യായഃ. മൈത്രേയ ഉവാച. അഥ തസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേഃ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. തദ്ദൃഷ്ട്വാ മിഥുനം ജാതമൃഷയോ ബ്രഹ്മവാദിനഃ ഊജു പരമസന്തുഷ്ടാ വിദിത്വാ ഭഗവത്കലാം. ഋഷയ ഊജുഃ ഏഷ വിഷ്ണോർഭഗവതഃ കലാ ഭുവനപാലിനി ഇയം ച ലക്ഷ്മ്യാ സംഭൂതി പുരുഷസ്യാനപായിനി. അത്ര തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതായശഃ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുശ്രവാः. ഇയം ച സുദതീ ദേവീ ഗുണഭൂഷണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവാവരുന്ധതി. ഏഷ സാക്ഷാത് ഹരേരംശോ ജാതോ ലോക രിരീക്ഷയാ ഇയം ച തൽപരാ ഹി ശ്രീർ അനുജജ്ഞേന പായിനി. മൈത്രേയ ഉവാച. പ്രശംസന്തി സ്മതം വിപ്രാ ഗന്ധർവപ്രവരാജഗുഃ മുമുജുസ്സു മനോധാരാ സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയഃ. ശംഖതൂര്യമൃദംഗാദ്യാ നേതുർദ്വന്ദ്ഭയോ ദിവി തത്ര സർവോപാജഗ്മുർദേവർഷി പിതॄണാം ഗണാഃ. ബ്രഹ്മാ ജഗദ്ഗുരുർദേവൈः സഹാസൃത്യസുരേശ്വരൈः വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃതഃ. പാദയോരരവിന്ദം ച തം വൈമേനേ ഹരേഃ കലാം യസ്യാ പ്രതിഹതം ചക്രമം ച സ പരമേഷ്ഠിനഃ. തസ്യാഭിഷേകാരബ്ധോ ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിः ആഭിഷേചനികാന്യസ്മാ ആജഹ്രുഃ സർവതോ ജനാഃ. സരിൽ സമുദ്രാ ഗിരയോ നാഗാ ഗാവഃ ഖഗാ മൃഗാഃ ദ്യൗക്ഷിതിഃ സർവഭൂതാനി സമാജഹ്രുരുപായനം. സോഭിഷിക്തോ മഹാരാജः സുവാസാः സാധ്വലം കൃതാ പജ്ഞാർച്ചിശാലം കൃതയാ വിരേജേഗ്നിരിവാപരഃ. തസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം വരുണഃ സലിലസ്രാവമാതപത്രം ശശിപ്രഭം. വായുശ്ച വാലവ്യജനേ ധർമ്മകീർത്തിമയീം സ്രജം ഇന്ദ്രകിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമഃ. ബ്രഹ്മാ ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമുത്തമം ഹരിഃ സുദർശനം ചക്രം തൽപജ്ഞവ്യാഹതം ശ്രിയം. ദശചന്ദ്രമസിം രുദ്രശതചന്ദ്രം തഥാംബിക സോമോ മൃതമയാനശ്വാം സ്ത്വഷ്ടാരൂപം രൂപാശ്രയം രഥം. അഗ്നിരാജഗവം ചാപം സൂര്യോ രശ്മിമയാനിഷൂൻ ഭൂപാദുകേ യോഗമയ്യൗ ദ്യൗ പുഷ്പാവലിമന്വഹം. നാട്യം സുഗീതം വാദിത്രമന്തർധാനം ച ഖേചരാः ഋഷയശ്ചാശിഷഃ സത്യാः സമുദ്ര ശംഖമാത്മജം. സിന്ധവ പർവ്വതാ നദ്യോ രഥവീഥിർമഹാത്മനഃ സൂതോഥമാഗധോ ബന്ധീ തം സ്തോതും പതസ്ഥിരേ. പൃഥുരുവാച. ഭോ സൂതഹേമാഗധ സൗമ്യബന്ധിൻ ലോകേധുനാ സ്പഷ്ടഗുണസ്യ മേ സ്യാത് കിമാശ്രയോ മേ സ്തവ ഏഷ യോജ്യതാം മാ മയ്യഭൂവൻ വിദധാ ഗിരോ വഃ. തസ്മാത് പരോക്ഷേസ്മദുപശ്രുതാന്യലങ്കരിഷ്യത സ്തോത്രമപീച്യവാചഃ. സത്യുത്തമശ്ലോകഗുണാനുവാദേ ജുഗുപ്സിതം ന സ്തവയന്തി സഭ്യാഃ. അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. മഹദ്ഗുണാനാത്മനി കർത്തുമീശക്കസ്താവകൈസ്താവയതേ അസതോപി തേ സ്യാ ഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന വേദ. മഹദ്ഗുണാനാത്മനി കർത്തുമീശക്കസ്താവകൈസ്താവയതേ അസതോപി തേ സ്യാ ഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന വേദ. അപ്പോൾ ആ മഹാഗുണങ്ങളെ മഹാഗുണങ്ങളെ തന്നിൽ കാണാൻ പ്രാപ്തനാണെങ്കിലും അത് ഇല്ലാതിരിക്കെ ആ ഗുണങ്ങൾ ഇവന് മേലിലുണ്ടാകാം എന്ന് കരുതിയിട്ട് ആ സ്തുതിപാഠകന്മാരാൽ സ്തുതി ചെയ്യിക്കുക. വിപ്രലബ്ധ കുമതിഹി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജാവ് ഒരു ബുദ്ധിശൂന്യനാണ്.
ജനങ്ങളുടെ പരിഹാസത്തെ അറിയാത്ത ഒരു ബുദ്ധിശൂന്യനായിട്ട് തീരും. അപ്പോൾ ഇപ്പോൾ എന്നെ സ്തുതിക്കണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മഹത് ഗുണാനാത്മനി കർത്തുമീശ, മഹാ ഗുണങ്ങളെ തന്നിലെ കർത്തും ആ ഈശ്വരൻ ഉണ്ടാക്കി തരും. കസ്താവകൈഹി സ്ഥാവയതേ, അതിന് പ്രാപ്തനാണ് ഞാൻ എങ്കിലും അത് ഇല്ലാതിരിക്കുക. ഇപ്പോൾ അത് ഗുണങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല. ഇവന് മേലിൽ അത് ഉണ്ടാകും എന്ന് കരുതിയിട്ട് സ്തുതിപാഠകന്മാരാൽ സ്തുതി ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കും എല്ലാവരും. അപ്പം ജനങ്ങളുടെ പരിഹാസത്തെ ഈ ബുദ്ധിശൂന്യൻ്റെ ചെയ്യുന്ന ജനങ്ങളുടെ പരിഹാസത്തെ കേട്ട് ഞാൻ നിരാശനാണ് എന്നാണ് പറയണത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ മഹാഗുണങ്ങളെ ആത്മനി തന്നിൽ കർത്തും ചെയ്യാൻ ഈശഃ അപി പ്രാപ്തനാണെങ്കിലും അസതഃ ഇല്ലാതിരിക്കെ, ആ ഗുണങ്ങളില്ലാതിരിക്കെ, തേ ആ ഗുണങ്ങൾ അസ്യ ഇവന് അഭവിഷ്യൻ മേലിലുണ്ടാകാം ഇതി എന്ന് കരുതി കഹ ആരാണ് സ്ഥാവകൈ സ്തുതിപാഠകന്മാരാൽ സ്ഥാവയത ഇങ്ങനെ സ്തുതി ചെയ്യിക്കുക. അങ്ങനെ സ്തുതി ചെയ്യിക്കാൻ പറ്റില്ല. വിപ്രലബ്ധ നിരാശനായിത്തീരുന്ന കുമതീഹി ആ ബുദ്ധിശൂന്യൻ. അങ്ങനെയുള്ളവർ ബുദ്ധിശൂന്യന്മാരാണ്. അവർ നിരാശരായിത്തീരും. എന്തുകൊണ്ട്? ജനാവഹാസം, ജനങ്ങളുടെ പരിഹാസത്തെ കേട്ടിട്ട് അയാൾ ബുദ്ധിശൂന്യൻ ആയിട്ട് തീരും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. മേലാൽ ആ ഗുണങ്ങളുണ്ടാകുന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ അവയെല്ലാം എടുത്തു പറഞ്ഞ് സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ പരിഹാസപാത്രമാകും എന്നാണ് പറയുന്നത്. സജ്ജനങ്ങൾ ആ ഭഗവത് ഗുണങ്ങൾ കീർത്തിക്കാൻ മാത്രമേ ഉപദേശിക്കൂ. സജ്ജനങ്ങളായിട്ടുള്ളവർ ഭഗവത് ഗുണങ്ങൾ കീർത്തിക്കാൻ മാത്രമേ ഉപദേശിക്കൂ, അല്ലാതെ നിന്ദ്യമായ വസ്തുവിനെ പുകഴ്ത്താൻ ഉപദേശിക്കില്ല എന്ന് പറഞ്ഞു. മേലാൽ ആ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ അവയെല്ലാം എടുത്തു പറഞ്ഞ് സ്തുതിപ്പാൻ പ്രേരിപ്പിക്കുന്നവൻ പരിഹാസപാത്രമാകും. അപ്പോൾ തന്നെ പറ്റിയുള്ള പ്രശംസ സജ്ജനങ്ങൾക്ക് ഹിതകരം ആവില്ല എന്നുള്ളതാണ് പറയുന്നത്. ആണ് മഹത് ഗുണാൻ ആത്മനി കർത്തും ഈശക്കസ്താവകൈ സ്ഥാവയതേ അസതോപി ഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന്ന വേദ. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ. മഹത് ഗുണാൻ മഹാഗുണങ്ങളെ ആത്മനി തന്നിൽ കർത്തും ചെയ്യുവാൻ ഈശഃ അപി പ്രാപ്തനാണെങ്കിലും അസതഃ അതില്ലാതിരിക്കെ തേ ആ ഗുണങ്ങൾ അസ്യ ഇവന് അഭവിഷ്യൻ മേലിലുണ്ടാകാം ഇതി എന്ന് കരുതി കഹ ആരാണ് സ്ഥാവകൈഹി സ്തുതിപാഠകന്മാരാൽ സ്ഥാവയതേ സ്തുതി ചെയ്യിക്കുക. വിപ്രലബ്ധ നിരാശനായിത്തീരുന്ന കുമതി ആ ബുദ്ധിശൂന്യൻ ജനാവഹാസം ജനങ്ങളുടെ പരിഹാസത്തെ വേദ അറിയുകയില്ല. ഒന്നും കൂടി പറയാം. മഹത് ഗുണാൻ മഹാഗുണങ്ങളെ ആത്മനി തന്നിൽ കർത്തും ചെയ്യുവാൻ ഈശഃ അപി പ്രാപ്തനാണെങ്കിലും അസതഃ അതില്ലാതിരിക്കെ തേ ആ ഗുണങ്ങൾ അസ്യ ഇവന് അഭവിഷ്യൻ മേലിലുണ്ടാകാം ഇതി എന്നു കരുതി കഹ ആരാണ് സ്ഥാവകൈ സ്തുതിപാഠകന്മാരാൽ സ്ഥാവയതേ സ്തുതി ചെയ്യിക്കുക. വിപ്രലബ്ധ നിരാശനായിത്തീരുന്ന കുമതി ആ ബുദ്ധിശൂന്യൻ ജനാവഹാസം ജനങ്ങളുടെ പരിഹാസത്തെ വേദ അറിയുകയില്ല. അതിലത്തെ അന്വയം വന്നിട്ട് മഹത് ഗുണാൻ ആത്മനി കർത്തും ഈശഃ അപി അസതഃ തേ അസ്യ അഭവിഷ്യൻ ഇതി കഹ സ്ഥാവകൈഃ സ്ഥാവയതേ വിപ്രലബ്ധ കുമതീഃ ജനാവഹാസം ന വേദ. എന്നുകൂടി പറയാം. മഹത് ഗുണാൻ ആത്മനി കർത്തും ഈശഃ അപി അസതഃ തേ അസ്യ അഭവിഷ്യൻ ഇതി കഹ സ്ഥാവകൈഃ സ്ഥാവയതേ വിപ്രലബ്ധ കുമതീഃ ജനാവഹാസം ന വേദ. മഹാഗുണങ്ങളെ തന്നിൽ ചെയ്യുവാൻ പ്രാപ്തനാണെങ്കിലും ഇല്ലാതിരിക്കെ ആ ഗുണങ്ങൾ ഇവന് മേലിലുണ്ടാകും എന്ന് കരുതി ആരാണ് സ്തുതിപാഠകന്മാരാൽ സ്തുതി ചെയ്യിക്കുക. നിരാശനായിത്തീരുന്ന ആ ബുദ്ധിശൂന്യൻ ജനങ്ങളുടെ പരിഹാസത്തെ
അറിയുകയില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്ദ്യമായ വസ്തുവിനെ പുകഴ്ത്താൻ സജ്ജനങ്ങൾ ഉപദേശിക്കുകയില്ല. മേലാൽ ഗുണങ്ങളുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ അവയെല്ലാം എടുത്ത് പറഞ്ഞ് സ്തുതിക്കുവാൻ പ്രേരിപ്പിക്കുന്നവൻ പരിഹാസപാത്രമാകും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 24-ാമത്തെ ശ്ലോകം. 24-ാമത്തെ ശ്ലോകം മഹദ്ഗുണങ്ങൾ ഉണ്ടാക്കാൻ ശക്തനാണെങ്കിലും ഉണ്ടാകാത്ത ഗുണങ്ങൾ മേലിൽ ഉണ്ടാകുമെന്ന് കരുതി ആര് സ്തുതിപാഠകരെ കൊണ്ട് ഒരാളെ സ്തുതിപ്പിക്കും? ആ ദുർബുദ്ധി മറ്റുള്ളവരുടെ പരിഹാസം അറിയുകയില്ല. അപ്പോൾ ഇതിൽ പറയണത് കീർത്തിച്ച മാത്രത്തിൽ ജനങ്ങളുടെ ആ ഹൃദയാന്ധകാരത്തെ നശിപ്പിക്കുവാൻ സമർത്ഥം ആയിരിക്കുന്ന യശസ്സോടുകൂടിയ ആ ഭഗവാന്റെ ഗുണങ്ങൾ, സമർത്ഥമായിരിക്കുന്ന യശസ്സോടുകൂടിയ ഭഗവാൻ അപ്രസിദ്ധമായ ഒരുവനെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ സഭ്യന്മാർ പറയുകയില്ല എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെ സജ്ജനങ്ങൾ ആചരിക്കുന്നതായിരിക്കുന്ന സൗശീല്യം, സ്വധർമാനുഷ്ഠാനം മുതലായ കല്യാണ ഗുണങ്ങളെ സമ്പാദിക്കുവാൻ സമർത്ഥനായ ഏതെങ്കിലും ഒരുവൻ വർത്തമാനകാലത്തിൽ തനിക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംഭാവനയാൽ സ്തോത്രം ചെയ്യിപ്പിക്കുവാൻ ഒരുങ്ങുമോ? ഇദ്ദേഹം ശാസ്ത്രാഭ്യാസാദികൾ ചെയ്താൽ സുപ്രസിദ്ധനായിരിക്കുന്ന വൈദുഷ്യാദി ഗുണം ഇദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കുകയില്ല. എന്നിങ്ങനെയുള്ള സ്തോത്രം ചെയ്യുന്നത് ഇവനെ വഞ്ചിക്കുകയാണെന്ന് അറിവാൻ യോഗ്യതയില്ലാത്ത ഈ ബുദ്ധിഹീനനെ ജനങ്ങൾ പരിഹസിക്കുമെന്ന് ഇവൻ അറിയുന്നില്ല. ഇതാണ് അതിലത്തെ ഒരു വിശദമായിട്ടുള്ള അർത്ഥം. നമുക്കിനി വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ ഇവിടെ മഹതാം ഗുണാനാത്മനി സമ്പാദയിതം, മഹത്തായിട്ടുള്ള ഗുണങ്ങൾ സ്വന്തം സമ്പാദിക്കും. സമർത്ഥോപ്യവിദ്യമാനാൻ, അതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആ ഗുണങ്ങളെ സംഭാവന മാത്രേണക്ക സ്ഥാപയത്തെ, അത് ആ ഗുണങ്ങൾ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അതിനെ സ്തുതിക്കാറുണ്ടോ എന്നുള്ള ചോദിക്കുന്നത്. മഹതാം ഗുണാനാത്മനി സമ്പാദയിതും സമർത്ഥോ, ഗുണങ്ങളെ സമ്പാദിപ്പാൻ സമർത്ഥനാണെങ്കിലും സമർത്ഥോപ്യവിദ്യമാനാൻ ഗുണാൻ, അതില്ലാതെ കണ്ട് ആ ഗുണങ്ങളെ സംഭാവന മാത്രേണക്കം, ആ ഗുണങ്ങളെ സംഭവിക്കും എന്നുള്ള വിചാരിച്ചിട്ട് ആരാണ് സ്ഥാവേദേ സ്തുതിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴത്തെ വ്യാഖ്യാനം വന്നിട്ട് മഹതാം ഗുണാൻ ആത്മനി സമ്പാദയിതും സമർത്ഥോപ്യവിദ്യമാനാൻ ഗുണാൻ സംഭാവന മാത്രേണ കഹ സ്ഥാപയത്തെ ഉള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഈ സ്തുതിച്ചത് തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ പ്രഭവോ ഹ്യാത്മനസ്തോത്രം ജുഗുപ്സന്ധ്യഭി വിശ്രുതാ ഹ്രീമന്തപരമോദാരാ പൗരുഷം വാ വിഗർഹിതം. പ്രഭവോ ഹ്യാത്മനസ്തോത്രം ജുഗുപ്സ്യന്ത്യഭി വിശ്രുതാ ഹ്രീമന്തപരമോദാരാ പൗരുഷം വാ വിഗർഹിതം. അപ്പോൾ ഉദാരമതികളും കഴിവുള്ളവരും കീർത്തിമാന്മാരും ആയാലും ആ ലജ്ജയുള്ളവർ നിന്ദ്യമായിരിക്കുന്ന ആ പൗരുഷത്തെ എന്ന പോലെ തങ്ങളുടെ ആ സ്തുതിയെ വെറുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മഹാത്മാക്കൾ ഉദാരമതികളാണ്, കഴിവുള്ളവരാണ്, അതുപോലെ കീർത്തിമാന്മാരും ഒക്കെയാണ്. എങ്കിലും അവർ കുറച്ച് ലജ്ജയൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഇത്തരം നിന്ദ്യമായിട്ടുള്ള ഈ പൗരുഷത്തെ
പൗരുഷത്തെ പറ്റിയിട്ട് തങ്ങളുടെ ആ സ്തുതിയെ തങ്ങളെ സ്തുതിക്കുമ്പോൾ അത് ജുഗുപ്സ്യന്തിഹി അതിനെ വെറുക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രഭവോ ഹ്യാത്മനസ്തോത്രം ജുഗുപ്സ്യന്ത്യപി വിശ്രുതാ ഹ്രീമന്തഃ പരമോദാരാः പൗരുഷം വാ വിഗർഹിതം. പദങ്ങൾ നോക്കാം. പരമോദാരാः ഉദാരമതികളും, പ്രഭവഃ കഴിവുള്ളവരും, വിശ്രുതാः കീർത്തിമാന്മാരും, അപി ആയാലും ഇവരൊക്കെ ആയാൽ തന്നെ അല്പമൊക്കെ ലജ്ജയുള്ള ആൾക്കാരെ ഇതുപോലെ സ്തുതിപ്പാനൊന്നും സമ്മതിക്കില്ല എന്നുള്ള പറഞ്ഞു. വിഗർഹിതം നിന്ദ്യമായിരിക്കുന്ന അതൊരു നിന്ദ്യമായിരിക്കുന്ന പൗരുഷം വാ പൗരുഷത്തെ എന്ന പോലെ നിന്ദ്യമായിരിക്കുന്ന ഒരു പൗരുഷത്തെയാണ് സ്തുതിക്കുന്നത് എന്ന പോലെ ആത്മനഃ തങ്ങളുടെ ആ സ്തുതിയെ സ്തോത്രം ജുഗുപ്സ്യന്തിഹി വെറുക്കുന്നുവല്ലോ വെറുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. പരമോദാരാഹ ഉദാരമതികളും, പ്രഭവഃ കഴിവുള്ളവരും, വിശ്രുതാഹ കീർത്തിമാന്മാരും, അപി ആയാലും, ഹ്രീമന്തഃ ലജ്ജയുള്ളവർ, വിഗർഹിതം നിന്ദ്യമായിരിക്കുന്ന പൗരുഷം വാ പൗരുഷത്തെ എന്ന പോലെ ആത്മനഃ തങ്ങളുടെ ആ സ്തോത്രം സ്തുതിയെ ജുഗുപ്സന്തിഹി വെറുക്കുന്നുവല്ലോ. അപ്പം അതിൽ അന്വയം വന്നിട്ട് പരമോദാരാഹ പ്രഭവഃ വിശ്രുതാഹ അപി ഹ്രീമന്തഃ വിഗർഹിതം പൗരുഷം വാ ആത്മനഃ സ്തോത്രം ജുഗുപ്സ്യന്തിഹി. എന്നുകൂടി പറയാം. പരമോദാരാഹ പ്രഭവഃ വിശ്രുതാഹ അപി ഹ്രീമന്തഃ വിഗർഹിതം പൗരുഷം വാ ആത്മനഃ സ്തോത്രം ജുഗുപ്സന്തിഹി. ധാരമതികളും കഴിവുള്ളവരും കീർത്തിമാന്മാരും ആയാലും ലജ്ജയുള്ളവർ ആ പൗരുഷം ലജ്ജയുള്ളവർ നിന്ദ്യമായ ആ പൗരുഷത്തെ എന്ന പോലെ തങ്ങളുടെ ആ സ്തുതിയെ അവർ വെറുക്കുന്നുവല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മുഖത്ത് തന്നെ പറ്റിയുള്ള ഈ പ്രശംസ സജ്ജനങ്ങൾക്ക് ഹിതകരം ആവില്ല എന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി നിന്ദിച്ചാൽ ദുർജനങ്ങൾ വെറുക്കും. അതേപോലെ ഇല്ലാത്ത ഗുണങ്ങളെപ്പറ്റി വാഴ്ത്തി സ്തുതിച്ചാൽ സജ്ജനങ്ങൾക്കും അതത്ര ഹൃദ്യമാവില്ല എന്നുള്ളതാണ് പറയുന്നത്. മുഖത്ത് നോക്കി നിന്ദിക്കുകയാണെങ്കിൽ ദുർജനങ്ങൾ വെറുക്കും. അതേപോലെ ഇല്ലാത്ത ഗുണങ്ങളെ വാഴ്ത്തി സ്തുതിച്ചാൽ സജ്ജനങ്ങൾക്കും അതത്ര ഹൃദ്യമാവില്ല എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ പരമോദാരന്മാരായിരിക്കുന്ന പ്രഭുക്കൾ പ്രശസ്തന്മാരാണെങ്കിലും ലജ്ജയോടെ തങ്ങളെപ്പറ്റി പ്രശംസിക്കുക എന്നത് നിന്ദിത പ്രവൃത്തിയായിട്ട് കരുതുന്നു. അപ്പോൾ ഹേ സൂത, ഞാനാകട്ടെ ഉത്കൃഷ്ട കർമ്മങ്ങൾ കൊണ്ട് ലോകത്തിൽ ഇപ്പോൾ കീർത്തിക്കപ്പെട്ടിരിക്കുന്നില്ല. ആ സ്ഥിതിക്ക് അറിവില്ലാത്ത ഒരുവനെ പോലെ എന്നെക്കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഞാൻ തന്നെ സ്തോത്രം ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ? അത് സമുചിതം അല്ല എന്ന് പറഞ്ഞ് സൂതാദികളെ വിരോധിച്ചു. ഇതിൽ നിന്നും സിദ്ധിക്കുന്ന സാരം ഇതാകുന്നു: കല്യാണ ഗുണങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെട്ടിരുന്നാലും ആത്മാവിനെക്കുറിച്ച് സ്തുതിക്കുന്നത് കേൾപ്പാൻ ഇഷ്ടമില്ലാതിരിക്കുന്നവർ ഉത്തമന്മാരാണ്. തങ്ങൾക്ക് യഥാർത്ഥമായുള്ള ആ ഗുണങ്ങളെ സ്തുതിക്കുന്നതിൽ വിരോധിക്കാതെ ഇരിക്കുന്നവർ മധ്യമന്മാരാണ്. ഗുണങ്ങളില്ലെന്നിരിക്കലും അന്യരെ കൊണ്ട് സ്തോത്രം ചെയ്യിപ്പിക്കുന്നവർ മന്ദബുദ്ധികളാണ്. ഇങ്ങനെ 3 വിധത്തിലുള്ള ഇവരെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ അത് വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ 25ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞത്? കിംജ ഹ്രീമന്തഃ ഉദാരാ ഉചിതാം അപ്യാത്മസ്തുതിം ന സഹന്തേ. അപ്പോൾ ഐശ്വര്യമുള്ള ഉദാരമതികളും ഐശ്വര്യമുള്ളവരും ശ്രേഷ്ഠന്മാരും ഒക്കെ ആയിട്ടുള്ളവർ ഉചിതം അല്ലാത്ത ആ സ്തുതികളെ സഹിക്കില്ല. അനുചിതമായിരിക്കുന്ന ഈ സ്തുതികളെ സഹിക്കില്ല. കിംജ ഹ്രീമന്തഃ ഉദാരാഹ ഉചിതാം അപ്യാത്മസ്തുതിം. അനുചിതമായിരിക്കുന്ന ഈ ആത്മസ്തുതിയെ ന സഹന്തേ, അതിനെ സഹിക്കുകയില്ല. കിംച ഹ്രീമന്തഃ ഉദാരാഹ ഉചിതാം അപ്യാത്മസ്തുതിം ന സഹന്തേ എന്നുള്ളതാണ് പറയുന്നത്. ഇനി 26ാമത്തെ ശ്ലോകം നോക്കാം. വയം ത്വവിദിതാ ലോകേ സൂതാദ്യാഭിവരീമഭി കർമ്മഭി കഥമാത്മാനം ഗോപയിഷ്യാമ ബാലവത്
വയം ത്വവിദിതാ ലോകേ സൂതാദ്യാപി വരീമഭി കർമ്മഭി കഥമാത്മാനം ഗാപയിഷ്യാമ ബാലവത്. അപ്പോൾ തന്നെക്കുറിച്ച് ഈ സ്തുതിച്ചത് വെറുതെ ആയിട്ടുള്ള സ്തുതിയാണെന്ന് പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാം. അയ്യോ സൂത, ഇപ്പോഴും ആ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാൽ ലോകത്തിൽ അറിയപ്പെടാത്ത നാം ആകട്ടെ, ഇതുവരെ താൻ അങ്ങനെയുള്ള നല്ല കർമ്മങ്ങളൊന്നും ചെയ്തതായിട്ട് അത് തെളിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ടാകട്ടെ തന്നെ പറ്റി എങ്ങനെ ആ ബുദ്ധി ഉറക്കാത്തവനെ പോലെ ഗാനം ചെയ്യിപ്പിക്കും, ഇങ്ങനെ ഗാനം ചെയ്യിപ്പിക്കും, എന്നെ പറ്റിയിട്ട് എങ്ങനെ സ്തുതിപ്പിക്കും എന്നുള്ള പറയും. വയം ത്വവിദിതാ ലോകേ സൂതാദ്യാപി വരീമഭി കർമ്മഭി. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല ആ സൂതമാഗത ബന്ധികൾ അദ്ദേഹത്തെ സ്തുതിച്ചതെന്നുള്ളതാണ് ഇതിൽ തെളിയുന്നത്. വയം ത്വവിദിതാ ലോകേ സൂതാദ്യാപി വരീമഭി. അദ്ദേഹം ശ്രേഷ്ഠനൊക്കെയാണ്, പക്ഷെ അത് തെളിഞ്ഞിട്ടില്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തെ പറ്റി സ്തുതിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ പരിഹാസ ആകേണ്ടി വരും എന്നുള്ള ആ നിലയിൽ അവരോട് സ്തുതിക്കണ്ട എന്നുള്ളത് പറഞ്ഞു. ഭഗവാനെയാണ് സ്തുതിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ വയം ത്വവിദിതാ ലോകേ സൂതാദ്യാപി വരീമഭി കർമ്മഭി കഥമാത്മാനം ഗാപയിഷ്യാമ ബാലവത്. അപ്പോൾ ഹേ സൂത, അല്ലയോ സൂത, അദ്യാപി ഇപ്പോഴും, അദ്യാപി അല്ലയോ സൂത, അദ്യാപി ഇപ്പോഴും, വരീമഭി ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന കർമ്മഭി കർമ്മങ്ങളാൽ, ലോകേ ലോകത്തിൽ, അവിദിതാഹ അറിയപ്പെടാത്ത, വയന്തു ഞാനാകട്ടെ, എന്നെ പറ്റിയിട്ട് അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ഞാനാകട്ടെ, ആത്മാനം തന്നെ പറ്റി, കഥം എങ്ങനെയാണ് ബാലവത് ബുദ്ധിയില്ലാത്തവരെ പോലെ ഗാപയിഷ്മി ഗാനം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹേ സൂത, അല്ലയോ സൂത, അദ്യാപി ഇപ്പോഴും, വരീമഭിഹി ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന കർമ്മഭിഹി കർമ്മങ്ങളാൽ, ലോകേ ലോകത്തിൽ, അവിദിതാഹ അറിയപ്പെടാത്ത, വയന്തു നാം ആകട്ടെ, ആത്മാനം തന്നെ പറ്റി, കഥം എങ്ങനെ, ബാലവത് ബുദ്ധി ഉറക്കാത്തവനെ പോലെ, ഗാപയിഷ്യാമ ഗാനം ചെയ്യിപ്പിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോഴത്തെ അന്വയം വന്നിട്ട് ഹേ സൂത അദ്യാപി വരീമഭിഹി കർമ്മഭിഹി ലോകേ അവിദിതാ വയം തു ആത്മാനം കഥം ബാലവത് ഗാപയിഷ്യാമ. ഒന്നും കൂടി പറയാം. ഹേ സൂത അദ്യാപി വരീമഭിഹി കർമ്മഭിഹി ലോകേ അവിദിതാ വയം തു ആത്മാനം കഥം ബാലവത് ഗാപയിഷ്യാമ. അല്ലയോ സൂത, ഇപ്പോഴും ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാൽ ലോകത്തിൽ ഞാൻ അറിയപ്പെടാത്തവനാണ്, അങ്ങനെയുള്ള നാമാകട്ടെ തന്നെ പറ്റി എങ്ങനെ ആ ബുദ്ധി ഉറയ്ക്കാത്തവനെ പോലെ ഗാനം ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. മുഖത്ത് നോക്കി നിന്ദിച്ചാൽ ദുർജനങ്ങൾ വെറുക്കും, അതേപോലെ ഇല്ലാത്ത ഗുണങ്ങൾ വാഴ്ത്തി സ്തുതിച്ചാൽ സജ്ജനങ്ങൾക്കും അതത്ര ഹൃദ്യമല്ല. ഹേ സൂതപ്രമുഖരെ, ലോകത്തിൽ കർമ്മങ്ങളാൽ പ്രശസ്തി ആർജിച്ചിട്ടില്ലാത്ത അബാലപ്രായന്മാരായ ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ പറ്റിയിട്ട് സ്തുതിപ്പിക്കും? ഇല്ല, അത് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സൂത, ഞങ്ങൾ ശ്രേഷ്ഠകർമ്മങ്ങളാൽ ലോകത്തിൽ അറിയപ്പെട്ടു കഴിഞ്ഞിട്ടില്ല. ആ നിലയിൽ ബാലിശന്മാരെ പോലെ എങ്ങനെ നാം തങ്ങളെപ്പറ്റി പുകഴ്ത്തി പാടിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. അതിനാൽ മന്ദന്മാരുടെ ആ സംഘത്തിൽ അറിവോടുകൂടെ ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെക്കുറിച്ച് നിങ്ങൾ സ്തുതിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്തുതിയെ അവിടെ നിരോധിക്കുകയാണ്. ഇവിടെ പറഞ്ഞു തങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ സാരം ഇതാണെന്ന് പറഞ്ഞു. കല്യാണ ഗുണങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെട്ടിരുന്നാലും ആത്മാവിനെക്കുറിച്ച് സ്തുതിക്കുന്നത് കേൾപ്പാൻ ഇഷ്ടമില്ലാതിരിക്കുന്നവർ ഉത്തമന്മാരാണ്. തങ്ങൾക്ക് യഥാർത്ഥമായുള്ള ആ ഗുണങ്ങളെ സ്തുതിക്കുന്നതിൽ വിരോധിക്കാതെ ഇരിക്കുന്നവർ മധ്യമന്മാരാണ്. ഗുണങ്ങളില്ലെന്ന് അറിഞ്ഞിരിക്കലും അന്യന്മാരെ കൊണ്ട് ആ സ്തോത്രം ചെയ്യിപ്പിക്കുന്നവർ മന്ദബുദ്ധികളാണ്. അതിനാൽ മന്ദന്മാരുടെ സംഘത്തിൽ അറിവോടുകൂടെ ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെക്കുറിച്ച് നിങ്ങൾ സ്തുതിക്കേണ്ട എന്ന് പറഞ്ഞ് ആ സ്തുതിയെ നിരോധിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് അവിടെ അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ
അധുനാ ലോകേ വയം വരിഷ്ഠൈ. അപ്പോൾ വരിഷ്ഠന്മാർ ചെയ്യുന്ന, ലോകത്തിൽ വരിഷ്ഠന്മാർ ചെയ്യുന്ന ആ കർമ്മങ്ങൾ, ലോകത്തിൽ നാം ആ ശ്രേഷ്ഠകർമ്മങ്ങൾ കർമ്മഭിർ അവിദിത നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് അതോ ബാലകവൽ, അങ്ങനെയുള്ള എന്നെ ബുദ്ധിശൂന്യന്മാരെ പോലെ ഞാൻ എങ്ങനെ കഥം ഗാപേക്ഷ്യാമ, എന്നെപ്പറ്റി സ്തുതിപ്പിക്കും. ഞാൻ അത്രയ്ക്കൊന്നും ശ്രേഷ്ഠമായുള്ള കർമ്മങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ ബുദ്ധിശൂന്യനെ പോലെ എന്നെക്കുറിച്ച് സ്തോത്രം ചെയ്യിക്കും. അധുനാ ലോകേ വയം വരിഷ്ഠൈഹി. കർമ്മഭിർ അവിദിതാ, കർമ്മം കൊണ്ട്, വരിഷ്ഠകർമ്മങ്ങളെ കൊണ്ട് വിദിതനായിട്ടില്ല. അധുനാ ലോകേ വയം വരിഷ്ഠൈ കർമ്മഭിർ അവിദിതാ അതോ ബാലകവൽ, അങ്ങനെയുള്ള ഞാൻ കുട്ടികളെപ്പോലെ ബാലിശമായിട്ട് കഥം എങ്ങനെയാണ് എന്നെപ്പറ്റി ഗാപയിഷ്യ സ്തുതി ചെയ്യിക്കുക. അധുനാ ലോകേ വയം വരിഷ്ഠൈ കർമ്മഭിരവിദിതാ അതോ ബാലകവൻ കഥം ഗാപയിഷ്യാമ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ആ 26ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഇവിടെ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പൃഥുചരിതേ പഞ്ചദശോധ്യായ. 26 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ അധ്യായം അവസാനിക്കണു. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഈ അധ്യായം ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആ കഥ, അതിലത്തെ ആ ക്ലാസ്സുകൾ കേട്ടിട്ട് അതിനെ തെറ്റുകൂടാതെ ഭാഗവത സമർപ്പണത്തിൽ സമർപ്പിക്കുക ആ ഒരധ്യായം. അതിനുശേഷം അതിൻ്റെ സംഗ്രഹം, ആശയങ്ങൾ, പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങൾ, ഇവയൊക്കെ കഴിഞ്ഞ് അടുത്ത അധ്യായം ആരംഭിക്കും. ഹരേ കൃഷ്ണ.